SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് 18 ലക്ഷം രൂപ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. 45 കുട്ടികൾക്കാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന തരത്തിൽ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷൻ TK ഉമ്മർ, മെമ്പർമാരായ VC ഉണ്ണികൃഷ്ണൻ, നുഹ്മാൻ പാറമ്മൽ, സിദ്ദിഖ് വേങ്ങാടൻ, AS മെയ്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഒരു മുൻതൂക്കം കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും SC കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമില്ല, ലാപ്ടോപ്പ് ഇല്ല, അതുകൊണ്ട് പഠനം മുടങ്ങി. മുൻകാലങ്ങളിൽ പല പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ടീച്ചറെ പഠിക്കാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞ എൻ്റെ ഒരു വിദ്യാർത്ഥി മുന്നിലിരിപ്പുണ്ട്. പല പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ വേറൊരു വിദ്യാർത്ഥി എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു സാഹചര്യം ഇന്നത്തെ കുട്ടികൾക്ക് ഞങ്ങൾ SC ആയതുകൊണ്ട് പഠിക്കാൻ പറ്റി. SC ആയതുകൊണ്ട് കാശില്ലായിരുന്നു, SC ആയതുകൊണ്ട് ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റി. ഇത് ഒരിക്കലും ഉണ്ടാവരുത് എന്ന് ഒരു കണക്കൂട്ടല് ഭരണസമിതിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം അപേക്ഷിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും ജില്ലാ പഞ്ചായത്തിന്റെ ഒരു സാമ്പത്തികവും ഏറ്റുവാങ്ങാതെ, ഒരു സാമ്പത്തിക സഹായം മറ്റൊരു ഏജൻസിയിൽ നിന്ന് വാങ്ങാതെ 18 ലക്ഷം രൂപ കൊടുത്ത് 45 കുഞ്ഞുങ്ങൾക്കാണ് ലാപ്ടോപ്പ്. അപേക്ഷിച്ച എല്ലാ കുട്ടികൾക്കും നിങ്ങൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കൊടുക്കുന്നു. ഇതിന്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ഇത് പല ടൈമിലും നമ്മളിത് മിസ്യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും കൈമാറ്റം ചെയ്യുകയോ മറ്റെല്ലാ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യാതെ നിങ്ങളുടെ പഠനാവശ്യത്തിന് മാത്രമാണിത് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. കൃത്യമായത് മോണിറ്ററിംഗ് ഉണ്ടാവുന്നതിന് ഉദ്യോഗസ്ഥരും മറ്റുള്ളതൊക്കെ നിങ്ങളുടെ കയ്യിൽ അത് കൃത്യമായിട്ട് ഉണ്ടോ എന്നുള്ള പരിശോധന അടക്കം ഉണ്ടാകും. അപ്പോൾ ആരും ദുരുപയോഗം ചെയ്യാതെ എന്തിനാണോ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് അത് കൃത്യമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു നേട്ടം നമുക്കുണ്ടാകണം. മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ SC വിഭാഗത്തിൽപ്പെട്ട അതേപോലെ ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ ഒരുമിച്ച് ചേർത്ത് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തു പോകുന്നുണ്ട്. മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിലപ്പോൾ മറ്റ് പഞ്ചായത്തുകളൊക്കെ അന്വേഷിച്ച് അറിയുണ്ടാവും. ഇത്തരം ഒരു പദ്ധതികളൊന്നും പല പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നില്ല. എന്നാൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഈ ഭരണസമിതി അധികാരമേറ്റ കാലഘട്ടം മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അപേക്ഷിച്ച മുഴുവൻ പേർക്കും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വർഷം അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും ലാപ്ടോപ്പ് കൊടുക്കുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. 18 ലക്ഷം രൂപയാണ് അതിനകത്ത് ചെലവഴിച്ചിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും. ഇപ്പൊ ഞാൻ പ്രദാനം ചെയ്യുന്ന 18ാം വാർഡ് പുത്തരിക്കകത്ത് അപേക്ഷിച്ച 6 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കിട്ടുകയാണ്. 6 വിദ്യാർത്ഥികൾ. ഏറ്റവും കൂടുതൽ കിട്ടുന്നതും നമ്മുടെ പുത്തരി വാർഡിനകത്താണ്. അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഇതൊക്കെ തന്നെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തില് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആ കുട്ടികൾ തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും ഉദാഹരണമാണ്. മറുപടിയോടൊപ്പം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ള പഞ്ചായത്തുകളൊന്നും നടപ്പിലാക്കുന്നില്ല. പക്ഷെ നമ്മുടെ ടീച്ചറൊക്കെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭരണസമിതി തീരുമാനം മുന്നോട്ട് പോകുന്നത്. ഈ ഇന്ന് ഇവിടുന്ന് ഏറ്റുവാങ്ങുന്ന മുഴുവൻ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പലരീതിയിലൂടെ പോരാട്ടങ്ങൾ സൂചിപ്പിച്ചു. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ വിദ്യാർത്ഥികളായിട്ടുണ്ട്. നിങ്ങളുടെ വളരെ വലിയ താല്പര്യത്തോടു കൂടിയുള്ള പങ്കാളിത്തം അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി നിങ്ങൾ ഉണ്ടാവണം എന്നും കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികൾ മാത്രമല്ല അവരുടെ വീട്ടിലുള്ള നമ്മൾ വിളിച്ച് തോന്നുന്നു പറയാം. അവരും വളരെയധികം വീട്ടിലെ മറ്റു കുട്ടികൾ സഹോദരങ്ങളായിട്ടുള്ള കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള നിരവധി കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ വീട്ടിലുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പ് പാസ്വേഡ് അത് ഒരേ ഒരു പാസ്വേഡാണുള്ളത്.